വിശ്വസിക്കണോ വേണ്ടയോ? ഇറാൻ യുദ്ധം അവസാനിക്കുന്നു എന്ന വാർത്തയെ അങ്ങനെയേ കാണാനാകൂ. യുദ്ധം അവസാനിപ്പിച്ചുവെന്ന് തോന്നിച്ച നിരവധി അവസരങ്ങൾ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28 മുതൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത്തരം സൂചനകൾക്ക് പിന്നാലെ ഉണ്ടായത് ഇറാന് മേൽ ആക്രമണമായിരുന്നു. ഏറ്റവും ഒടുവിൽ പോലും ഇറാനെ അമേരിക്ക ആക്രമിച്ചു. ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ തിരിച്ചടി നൽകി. ഇസ്രയേൽ ഇറാന്റെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ള പോരാളികളെ ലക്ഷ്യമാക്കി ലെബനനിൽ ആക്രമണം നടത്തി. ഇറാൻ ഇസ്രയേലിലേക്ക് മിസൈലുകൾ പായിച്ചു. ഇനിയും ആക്രമിക്കുമെന്ന ഭീഷണിയും അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന വെല്ലുവിളിയും വായുവിൽ പറന്നു. അവസാനത്തെ ആക്രമണം നടന്ന് തൊട്ടടുത്ത ദിവസം തന്നെ യുദ്ധം അവസാനിക്കുന്നുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ എളുപ്പമല്ല. എങ്കിലും അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയാണ് ലോകം. ഇത്തവണ വിശ്വാസം വരുത്തുന്ന ഒരു ഘടകമുണ്ട്. യുദ്ധം തുടങ്ങി 100 ദിവസം ഉണ്ടാകാത്ത ഒരു സംഭവ വികാസം. ചർച്ചകളിൽ പല കാര്യങ്ങളിലും ഏകദേശ ധാരണയായി എന്ന് ഇറാൻ തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇതുവരെ അമേരിക്കയുമായി ചർച്ച നടക്കുന്നതായി അവർ സമ്മതിച്ചിരുന്നില്ല. പാകിസ്ഥാൻ എന്ന ദൂതൻ വഴി അമേരിക്കയെ അറിയിക്കാനുള്ള സന്ദേശം കൈമാറൽ മാത്രമാണ് ഇറാൻ പൊതുമധ്യത്തിൽ അംഗീകരിച്ചത്. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനയുടെ അംഗീകാരത്തോടെ കരാറിലേക്ക് എത്തുന്നു എന്ന് ട്രംപ് പറഞ്ഞതിനെയും ഇറാൻ നിരാകരിച്ചിട്ടില്ല. അമേരിക്കയുടെ മാറി മാറിയുള്ള നിലപാടാണ് കരാറിന് തടസ്സമെന്ന് ഇറാൻ പറയുന്നു. മറ്റൊരു ആക്രമണത്തിനുള്ള മറയാണ് അമേരിക്കയുടെ പ്രഖ്യാപനങ്ങളെന്ന സംശയം ഇപ്പോഴും ഇറാനുണ്ട്. അതെന്തായാലും നേരിട്ടോ അല്ലാതെയോ നടത്തിയ ചർച്ചകൾ ഫലം കണ്ടതിൽ ആശ്വസിക്കുകയാണ് ഗൾഫ് മേഖലയും. ഇറാന്റെ ഉന്നത നേതൃത്വവുമായി നടത്തിയ ചർച്ചകൾ വിജയിച്ചുവെന്നും അവർ ധാരണ അംഗീകരിച്ചുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇറാന് നേരെ നടത്താനിരുന്ന ആക്രമണങ്ങൾ റദ്ദാക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞതാണ്. നേരത്തെ ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രമായ ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയത് ഓർമ്മയുണ്ടാവുമല്ലോ. സൈനിക നടപടിയിലൂടെ വെനസ്വലയിലെ എണ്ണ സ്വന്തമാക്കിയതുപോലെ ഗാർഗിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നുകൂടി ട്രംപ് പറഞ്ഞിരുന്നു. ഇറാന്റെ എണ്ണ വിൽപ്പനയുടെ 80% ഗാർഗ് ദ്വീപിൽ നിന്ന് പോകുന്ന കപ്പലുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അതും കൂടി പിടിച്ചെടുത്താൽ ലോകത്തെ എണ്ണയുടെ 50%-ലധികം അമേരിക്കൻ സ്വാധീനത്തിലാകും എന്ന് ട്രംപ് കണക്കുകൂട്ടിയിരുന്നു. എന്തായാലും ഇറാനുമായി കരാറാകുന്ന സ്ഥിതിക്ക് ഗാർഗിന് ഭീഷണി ഉണ്ടാകില്ല എന്ന് കരുതാം. അമേരിക്ക, ഇസ്രായേൽ, സൗദി അറേബ്യ, UAE, ഖത്തർ, തുർക്കി, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഈ ചർച്ചകളുടെ ഭാഗമാണ് എന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഒടുവിലായി ഇറാനുമായി ഉടൻ കരാറിൽ ഒപ്പിടുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. ഈ ആഴ്ച തന്നെ കരാറിൽ ഒപ്പിടുമെന്നാണ് ട്രംപ് പറയുന്നത്. പൊതുവിൽ ചില ധാരണകളിൽ എത്തിയെന്ന് ഇറാനും സമ്മതിക്കുന്നു. ആണവ വിഷയത്തിലും ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിലെയും തീരുമാനമായിരുന്നു ചർച്ചകളിലെ തടസ്സ വിഷയങ്ങൾ. സൂചനകൾ പ്രകാരം ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്ന് മാറ്റണമെന്ന കടുംപിടുത്തം അമേരിക്ക ഉപേക്ഷിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പകരം വളരെ താഴ്ന്ന അളവിലേക്ക് ലയിപ്പിക്കാമെന്ന് ഇറാനെ കൊണ്ട് സമ്മതിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട്. 60 ദിവസത്തേക്ക് വെടിനിർത്തൽ നീട്ടിയേക്കും. 30 ദിവസത്തിനുള്ളിൽ ഹോർമൂസ് പഴയപടിയാക്കും. അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം നീക്കും. വെടിനിർത്തൽ ലെബനനിലും പ്രാബല്യത്തിൽ വരും. മരവിപ്പിച്ച് നിർത്തിയിട്ടുള്ള ഇറാന്റെ ഫണ്ട് വിട്ടുകൊടുക്കുന്നതിലും ധാരണയായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയുടെ മാറുന്ന നിലപാടുകളാണ് കരാറിൽ എത്തുന്നതിന് തടസ്സമെന്ന് ഇറാൻ എപ്പോഴും പറയുന്നതാണ്. പക്ഷേ 30 ദിവസത്തിനകം ഹോർമൂസ് സാധാരണ നിലയിലാകും എന്ന ഉറപ്പ് കിട്ടിയതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. കരാർ പ്രഖ്യാപനത്തിന് മുൻപ് ട്രംപ് ഖത്തർ അമീറുമായും മറ്റ് ഗൾഫ് നേതാക്കളുമായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും സംസാരിച്ചിരുന്നു. അതിനിടെ ഫെബ്രുവരി 28-ന് അമേരിക്ക ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകൾ നീട്ടിവെച്ചിട്ടുമുണ്ട്. മുഹറം ചടങ്ങുകൾക്ക് ശേഷം നടത്താനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. യുദ്ധത്തിന് അറുതി വരാതെ ചടങ്ങുകൾ നടത്താനുമാകുമായിരുന്നില്ല. 3 ദിവസം നീളുന്ന സംസ്കാര പരിപാടിയാണ് ഇറാൻ പദ്ധതിയിട്ടിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കോടിക്കണക്കിന് പേർ ഇറാനിയൻ തെരുവുകളിൽ നിറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംഘർഷ സമയത്ത് സംസ്കാര ചടങ്ങുകൾ നടത്തിയാൽ അമേരിക്കയും ഇസ്രായേലും വ്യോമാക്രമണം നടത്തിയേക്കും. പ്രത്യേകിച്ചും മുജ്തബ ഖമനിയെയും മറ്റ് മുതിർന്ന IRGC ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിടും. ഇതെല്ലാം പരിഗണിച്ചാണ് 100 ദിവസങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ട ആയത്തുള്ള ഖമനിയുടെ സംസ്കാരം ഇറാൻ നീട്ടിവെച്ചത്. അമേരിക്കയുമായി കരാറിലെത്തി സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ജനങ്ങൾക്കും ഭയമില്ലാതെ ചടങ്ങുകളിൽ പങ്കെടുക്കാം. അമേരിക്കയും ഇറാനും തമ്മിലുണ്ടാകാൻ പോകുന്ന കരാറിലെ വിശദാംശങ്ങൾ ഏറെക്കുറെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ
അവയ്ക്ക് പുറമെ ചില കാര്യങ്ങൾ കൂടി കരാറിൽ ഉണ്ട് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. യുറേനിയം ഇറാനിൽ നിന്ന് നീക്കൽ, സമ്പുഷ്ടീകരണ സംവിധാനങ്ങൾ ഇല്ലാതാക്കൽ, മിസൈൽ നിർമ്മാണത്തിൽ നിയന്ത്രണം, സഖ്യകക്ഷികളായ ഹിസ്ബുള്ള, ഹൂതി, ഹമാസ് എന്നിവർക്കുള്ള പിന്തുണ അവസാനിപ്പിക്കൽ തുടങ്ങിയവ കൂടി കരാറിൽ ഉണ്ടാകുമെന്നാണ് നെതന്യാഹു പറയുന്നത്. എന്നാൽ ഇറാനും അമേരിക്കയും പുറത്തുവിടുന്ന സൂചനകളിൽ ഇവയെക്കുറിച്ച് പരാമർശമില്ല. അതിനിടെ ഇസ്രയേലിനെ ഇരുട്ടിൽ നിർത്തി US ഇറാൻ ചർച്ചകൾ നടത്തിയെന്ന് നെതന്യാഹു പരാതിപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് ട്രംപിനും നെതന്യാഹുവിനും ഇടയിൽ ഭിന്നത രൂക്ഷമാക്കിയതായും പറയപ്പെടുന്നു. ഇറാനെതിരായ വ്യോമാക്രമണം പെട്ടെന്ന് നിർത്തിവെക്കാനുള്ള ട്രംപിന്റെ തീരുമാനം നെതന്യാഹുവിനെ ഞെട്ടിച്ചിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന ചർച്ചകളെക്കുറിച്ച് നെതന്യാഹുവിന് ഒരു അറിവും ഉണ്ടായിരുന്നില്ല എന്നാണ് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്സിയോസ് എന്നത് ഇന്റർനാഷണൽ വാർത്താ ഏജൻസിയാണ്. ട്രംപ് ഭരണകൂടവുമായി അടുത്ത ബന്ധമുള്ള സഖ്യകക്ഷികളെ വിവരങ്ങൾക്കായി നെതന്യാഹു ബന്ധപ്പെട്ടുവെന്നും ഈ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഒരുമിച്ച് നീങ്ങിയിരുന്ന ട്രംപിനും നെതന്യാഹുവിനും ഇടയിൽ ഇപ്പോൾ ഭിന്നത പ്രകടമാണ്. ജനരോഷം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഇന്ധനവില പിടിച്ചു നിർത്താനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള തീരുമാനത്തിലേക്ക് ട്രംപ് നീങ്ങിയപ്പോൾ ഈ വർഷം തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന നെതന്യാഹുവിന് യുദ്ധത്തിന്റെ തുടക്കത്തിൽ പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ നേടേണ്ടതുണ്ട്. ഫെബ്രുവരിയിൽ യുദ്ധമുഖത്തേക്ക് ഒന്നിച്ചിറങ്ങിയ ഇരു രാജ്യങ്ങളുടെയും മുന്നിൽ ഇപ്പോൾ വ്യത്യസ്തമായ ലക്ഷ്യങ്ങളാണ് ഉള്ളത്. കുറഞ്ഞ സമയം കൊണ്ട് നേട്ടമുണ്ടാക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ എത്ര നീണ്ടുപോയാലും ഇറാനെയും ലെബനനിലെ ഹിസ്ബുള്ളയെയും പൂർണ്ണമായും തകർക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യമാണ് നെതന്യാഹുവിനുള്ളത്. ആദ്യം മടിച്ചു നിന്ന ട്രംപിനെ ഇറാൻ യുദ്ധത്തിലേക്ക് ആനയിച്ചത് നെതന്യാഹുവായിരുന്നു. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായാണ് നീങ്ങിയത് എങ്കിലും ഇരു രാജ്യങ്ങളുടെയും അജണ്ടകൾ വിഭിന്നമായിരുന്നു. ഇസ്രായേലിനെ സഹായിക്കാനാണ് അമേരിക്ക യുദ്ധരംഗത്ത് എത്തിയത് എങ്കിലും ഇറാനിലെ എണ്ണയിലായിരുന്നു കണ്ണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന രാജ്യത്തിന്റെ സർവനാശമാണ് ലക്ഷ്യം. ട്രംപ് സമാധാനത്തിന് ശ്രമിക്കുമ്പോഴും നെതന്യാഹു യുദ്ധം തുടർന്നത് ലക്ഷ്യങ്ങളിലെ വ്യത്യാസത്തിന്റെ തെളിവാണ്. വെടിനിർത്തൽ നിലവിലുള്ളപ്പോൾ തന്നെ ഇസ്രായേൽ ലെബനനിൽ ആക്രമണം നടത്തിയിരുന്നു. രോഷാകുലനായ ട്രംപ് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് പുലഭ്യം പറഞ്ഞുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നതാണ്. ഞാൻ നിന്നെ രക്ഷിക്കുകയാണ്, പക്ഷേ ഇപ്പോൾ ലോകം മുഴുവൻ നിന്നെയും ഇസ്രായേലിനെയും വെറുക്കുന്നു എന്ന് ട്രംപ് ആക്രോശിച്ചതായാണ് US മാധ്യമങ്ങൾ പോലും അന്ന് റിപ്പോർട്ട് ചെയ്തത്. എന്നിട്ടും അടുത്ത ദിവസവും ഇസ്രായേൽ ആക്രമണം തുടർന്നു. ഇത് ട്രംപിന് ക്ഷീണമാണ്. ട്രംപിന് ക്ഷീണമായി. ഇറാനുമായുള്ള ചർച്ചകളെക്കുറിച്ച് നെതന്യാഹുവിനോട് ട്രംപ് പറയാത്തത് ഇക്കാരണത്താലാണെന്ന് എന്നും സൂചനയുണ്ട്. ട്രംപിന്റെ യുദ്ധം അവസാനിപ്പിക്കൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒരു ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കി. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ധാരണയിൽ ഇസ്രായേൽ ഭാഗമല്ല എന്ന് വ്യക്തമാക്കിയായിരുന്നു ആ പ്രസ്താവന. പക്ഷേ ട്രംപിന്റെ നിലപാടുകളെ ഇസ്രായേൽ സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സവും മാസങ്ങൾ നീണ്ട യുദ്ധവും അമേരിക്കയിലും ഇസ്രായേലിലും പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. വിദേശ യുദ്ധങ്ങളിൽ ഇടപെടില്ല എന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ട്രംപ് ലംഘിച്ചുവെന്നും മധ്യേഷ്യയിലെ യുദ്ധം കാരണം അമേരിക്കയിൽ ഇന്ധനവിലയും മറ്റ് സാധനങ്ങളുടെയും വിലയും കുതിച്ചുയരുകയാണ് എന്നും പ്രതിപക്ഷം വിമർശിച്ചിട്ടുണ്ട്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം 2 വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണമായ വിജയം നേടാൻ കഴിയാത്തതിൽ ഇസ്രായേൽ ജനത നെതന്യാഹുവിനെതിരെ രോഷാകുലരാണ്. സംഘർഷത്തിന്റെ ആദ്യ നാളുകളിൽ വീമ്പ് പറഞ്ഞിരുന്ന ട്രംപിനെയല്ല യുദ്ധം അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ശത്രുരാജ്യത്തിന്റെ ശക്തി അളക്കാതെ സ്വന്തം സൈനിക ശക്തിയിൽ ഊറ്റം കൊണ്ടാണ് ട്രംപ് യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയത് എന്ന് വൈറ്റ് ഹൌസിൽ നിന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു. പക്ഷേ ഒന്നിലും കൂസുന്നവനല്ല താനെന്ന് കാട്ടാനുള്ള വ്യഗ്രതയിൽ ട്രംപ് അമേരിക്കയ്ക്ക് വരുത്തിവെച്ച നഷ്ടം കോടിക്കണക്കിന് ഡോളറാണ്. അമേരിക്കയിൽ വിലക്കയറ്റമുണ്ടായാലും തനിക്ക് പ്രശ്നമല്ല എന്നും ഇറാന്റെ കൈവശം ആണവായുധം ഉണ്ടാകാൻ പാടില്ല എന്നതാണ് തന്റെ പ്രഥമ പരിഗണന എന്നുമാണ് ട്രംപ് പരസ്യമായി പറഞ്ഞത്. പക്ഷേ പ്രത്യക്ഷത്തിലുള്ള വാചക കസർത്ത് പ്രവൃത്തികളിൽ ഉണ്ടായില്ല. ഇറാനെ സമ്മർദ്ദപ്പെടുത്താൻ ഇടയ്ക്കിടെ ആക്രമണം നടത്തുമ്പോഴും അത് യുദ്ധമായി മാറാതിരിക്കാൻ ട്രംപ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇറാനെ ആക്രമിക്കുകയും ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തപ്പോഴും ചർച്ചകൾ തുടരാനായിരുന്നു ട്രംപിന്റെ നിർദ്ദേശം. അമേരിക്കൻ നിബന്ധനകൾക്ക് വഴങ്ങാതെ ഇറാന് മറ്റു വഴിയില്ല എന്ന് പറഞ്ഞിരുന്ന ട്രംപ് ഇപ്പോൾ അവയിൽ വെള്ളം ചേർത്ത് ഒരു കരാറിലെത്താൻ വെമ്പൽ കൊള്ളുന്നു. യുദ്ധം നീണ്ടുപോയാൽ നവംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാകും. ഈ ഭയമാണ് യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്ന് അവകാശപ്പെട്ട ട്രംപ്, നിങ്ങൾക്ക് ഓർമ്മ കാണും, പലപ്പോഴും അദ്ദേഹം ഈ വാക്കുകൾ ആവർത്തിച്ചു പറഞ്ഞതാണ്. ആ ട്രംപ് ഇറാൻ യുദ്ധം അവസാനിപ്പിച്ചതിന്റെ ക്രെഡിറ്റും അടിച്ചെടുക്കുമെന്ന് ഉറപ്പാണ്. യുദ്ധം തുടങ്ങിയതും ട്രംപ് തന്നെയാണെങ്കിൽ കൂടി.